ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു മോർണിംഗ് റൂട്ടീൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കാലത്ത് അടുക്കളയിൽ കയറിയാൽ നമ്മുടെ ആദ്യത്തെ പണി ഒരു ചായ വെക്കലാണ്. നമുക്കിവിടെ കട്ടൻ ചായ നിർബന്ധമാണ് കേട്ടോ. നമുക്ക് പാൽ ചായ കാലത്ത് പറ്റില്ല, കട്ടൻ ചായ തന്നെ വേണം. നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കടുപ്പത്തിൽ മധുരത്തിലൊരു ചായ നമുക്ക് മസ്റ്റാണ്. അപ്പോൾ ചേട്ടനപ്പുറത്തുണ്ട്, അപ്പോൾ ചേട്ടനെയും കൂടിയിട്ട് ഞാൻ ആദ്യം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തലേദിവസം തന്നെ ചോറിന് തിളപ്പിച്ച് വയ്ക്കും. ചാക്സിൽ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കാലത്തിൻ്റെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റേ വേണ്ടു. അപ്പോൾ അതും കൂടി ചെയ്തു. അപ്പം ഞാൻ അതിൻ്റെ കൂടെ കട്ടൻ ചായയും കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജനലൊക്കെ ഒന്ന് തുറന്നിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജനൽ തുറന്നിട്ടപ്പോഴത്തെ കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ. പിന്നത്തെ എൻ്റെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരം പൊട്ടിക്കലാണ്. നാളികേരം പൊട്ടിച്ചിട്ട് നമുക്ക് നാളികേരം ചെരുകി എടുക്കണം. അപ്പോൾ ഇന്നൊരു മീൻ കറി ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഞാൻ തലേദിവസം തന്നെ നന്നാക്കി ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാലത്ത് അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് നല്ല പണി ലാഭമാണല്ലോ. അപ്പോൾ ഞാൻ ആ മീനൊക്കെ കാണിക്കുന്നത് ചെറിയ കുഞ്ഞയിലാണ്. അടുത്തെൻ്റെ പണി വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരം നമ്മൾക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് ചെറിയ ജാറിലാണ് അരച്ചെടുക്കാറ്. അതാകുമ്പോൾ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടും. ഇനി ഞാനപ്പോൾ വിചാരിച്ചു കുറച്ച് കടല നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊപ്പം തന്നെ ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ട് അരയ്ക്കാനും പോകുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യണത് സവോളയൊക്കെ അരിഞ്ഞെടുക്കലാണ്. നമുക്ക് കറിയിലേക്ക് ഞാൻ ഉള്ളി നന്നാക്കേണ്ട കുറച്ച് മടിക്ക് ഞാൻ കുറച്ച് സവോളയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതിനൊപ്പം ഞാൻ കട്ടൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ പൊടികളൊക്കെ ചേർക്കാണ് ചെയ്യണത് ആദ്യം. ആ പൊടികൾ ചേർത്തിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ കുടംപുളിയും ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തിടണം. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീനിടാറ് കേട്ടോ. അപ്പം ഇനി ഇത് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നമുക്കിനി ദോശ ഉണ്ടാക്കണം. അപ്പോൾ ദോശമാവിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാലത്ത് തന്നെ ഉപ്പ് ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇനി ദോശ ഉണ്ടാക്കണം. അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇനി നമുക്ക് അടുത്തത്. അപ്പോൾ ദോശ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയതിന് ശേഷമാണ് ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാറ്. അപ്പുറത്ത് നമ്മുടെ മീൻ ഇങ്ങനെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ മീൻ കറി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതായിരിക്കും മീൻ ഇടണം. അപ്പോൾ ചെറിയ മീനാണ്, ചെറിയ അയിലക്കുട്ടികളാണ്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിനൊപ്പം തന്നെ ഇപ്പുറത്ത് ദോശയും കൂടിയും ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ദോശയൊക്കെ റെഡി ആയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദോശയ്ക്ക് നമുക്കൊരു ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് തക്കാളി ചട്നി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ 2 സവോളയ്ക്ക് ഒരു തക്കാളി ഞാൻ എടുക്കുന്നൊരു കണക്ക് കേട്ടോ. അതിലേക്ക് പിന്നെ 3 വറ്റൽമുളക്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതിൽ ചീഞ്ചട്ടിയിൽ എന്തായിരുന്നു കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആദ്യം ഈ വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സവോള ഇടാം. അത് കഴിഞ്ഞ് സവോള ഒന്ന് വാടി വരുമ്പോൾ തക്കാളിയും കൂടി ഇടാം. എന്നിട്ട് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മളത് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ അടിപൊളി തക്കാളി ചട്നി ആയിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കോട്ടെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ 3 അടുപ്പും ഭയങ്കര വർക്കിംഗ് ആണ്. ഒരെണ്ണത്തിൽ മീൻ കറി, ഒരെണ്ണത്തിൽ തക്കാളി ചട്നി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, ഒരെണ്ണത്തിൽ ദോശ. അങ്ങനെ ഞാൻ ഭയങ്കര ബിസിയാണ്. അപ്പോൾ ചേട്ടന് പോകാനൊക്കെ ഏകദേശം നേരമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ സ്പീഡപ്പായേ പറ്റൂ. അപ്പോൾ ഞാൻ വേപ്പില പോയി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്, തക്കാളി കറി റെഡി ആയിട്ടുണ്ട്, കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ കാലത്തെടുത്ത ചായ ഇപ്പോഴും ബാക്കിയായിരിക്കും. ഇത് കളയാനേ നിവൃത്തിയുള്ളൂ, കാരണം ചൂടൊക്കെ ആറി. പിന്നെ തലേദിവസം മീൻ വറുത്തത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ മീനൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് അവിടെ നടുവിൽ ചൂടാക്കണേ കേട്ടോ. അത്യാവശ്യം നമ്മുടെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകാനുണ്ട്. ധനുമോനെ എനിപ്പിച്ചിട്ട് ഞാൻ സോഫയിൽ കൊണ്ടുപോയി ഇരുത്തിയതാണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ധനുമോൻ കിടന്നുറങ്ങണം. അപ്പോൾ ഇനി വീണ്ടും അവനെ എനിപ്പിക്കണം. ധനുമോ അപ്പോൾ അത് ചേട്ടനെ കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ബാക്കിലാക്കാം. ഞാൻ ധനുമോനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബുൾസൈ ഉണ്ടാക്കി. അപ്പോൾ ബുൾസൈ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് 2 സൈഡ് ഞാൻ വേവിച്ചെടുക്കും കേട്ടോ. അപ്പോഴേക്കും സമയം 7:30 ആയി. അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോവാം കേട്ടോ. ഇനി ചേട്ടന് പോയിട്ട് വേണം ഇനി ധനുമോനെ ഒരുക്കിയെടുക്കാൻ. ഇനി
ഇനിയത്തെ എൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്യലാട്ടോ. എൻ്റെയും മോൻ്റെയും ഡ്രസ്സുകളൊക്കെ ഒന്ന് അയൺ ചെയ്യണം. അവൻ്റെ യൂണിഫോമാണ് ഇപ്പോൾ അയൺ ചെയ്യണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ബാക്കി കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ ഇത് അനുമോൻ ദോശയും തക്കാളി ചട്നിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഒരുങ്ങാൻ നോക്കട്ടെ കേട്ടോ. അച്ഛൻ നല്ല കഴുകി. അപ്പോൾ ഞങ്ങൾ ഒരുക്കൊക്കെ കഴിഞ്ഞു. ഞങ്ങളിനി പോവാണ്. തരുമോനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പം ഞാൻ തരുമോനെ സ്കൂൾ ബസ് കയറ്റി വിടാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ തരുമോനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലൊരു നായുണ്ട്. അത് ഞങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ വരും. ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും, എന്നിട്ട് അത് തിരിച്ചു പോകട്ടാ. അപ്പോൾ ഇനി നമുക്ക് അവൻ്റെ സ്കൂൾ ബസ് കാണാം. അപ്പോൾ ഇത് അവൻ്റെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ധനുമോൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബസ്സിൽ കയറി പോവാണ് ജോലി സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ഇട്ടിരുന്നിരിക്കും. ബായ്.